അപ്പോൾ നമുക്ക് 7ാം ക്ലാസ്സിലെ മാത്തമെറ്റിക്സിലെ ചാപ്റ്റർ 13 ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്തുള്ള പ്രോബ്ലംസ് ഏകദേശം എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ആ പേജ് നമ്പർ 120 ലാസ്റ്റ് പ്രോബ്ലംസ് കിടന്നിരുന്നത്. അതിൻ്റെ അകത്ത് 5ാമത്തെ ക്വസ്റ്റ്യനാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 5ാമത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ആഡ് ചെയ്യുക. Ajay's salary is 25% more than Sajay's salary. സജയൻ്റെ ശമ്പളത്തേക്കാൾ 25% കൂടുതലാണ് അജയൻ്റെ ശമ്പളം. ബൈ വാട്ട് പെർസെൻറ്റ് ഓഫ് അജയൻസ് സാലറി ഈസ് സജയൻസ് സാലറി ലെസ്? എന്ത് കൺഫ്യൂസ്ഡ് അല്ലേ? അതായത് അജയൻ്റെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കുറവാണ് സജയൻ്റെ ശമ്പളം. ഇവിടെ ശമ്പളം കൂടുതലുള്ളത് അജയനും ശമ്പളം കുറവുള്ളത് സജയനുമാണ്. അപ്പോൾ അജയൻ്റെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കുറവാണ് സജയൻ്റെ ശമ്പളം എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയോളൂ, നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് സജയൻ്റെ സാലറി എന്ന് പറയുന്നത് അജയൻ്റെ സാലറിയെ അപേക്ഷിച്ച് എത്ര കുറവാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സജയൻ്റെ സാലറി എന്ന് പറയുന്നത് അജയൻ്റെ സാലറിയെ അപേക്ഷിച്ച് എത്ര ശതമാനം കുറവാണ് എന്നതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സജയൻ്റെ സാലറി നമുക്ക് തന്നിട്ടില്ല. അജയൻ്റെ സാലറി എന്ന് പറയുന്നത് സജയൻ്റെ സാലറിയെക്കാട്ടും 25% കൂടുതലാണ്. ഇങ്ങനൊരു ഇൻഫർമേഷൻ മാത്രമേ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളൂ അല്ലേ? സജയൻ്റെ സാലറി എത്രയാണോ അതിൻ്റെ 25% കൂടുതലാണ് അജയൻ്റെ സാലറി എന്നുള്ള ഇൻഫർമേഷൻ മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. അപ്പോൾ നോക്കിയോളൂ, നമ്മളിപ്പോൾ സപ്പോസ് സജയൻ്റെ സാലറി 100 നമ്മൾ എടുക്കുകയാണ്. ഇത് ഇംഗ്ലീഷ് മീഡിയം ആണ് കേട്ടോ, മലയാളം മീഡിയത്തിൻ്റെ അടുത്ത സ്ലൈഡിലുണ്ട്. അപ്പോൾ സജയൻ്റെ സാലറി നമ്മൾ എത്രയായിട്ട് എടുത്തു? 100 എടുത്തു. അങ്ങനെയാണെങ്കിൽ അജയൻ്റെ സാലറി എത്രയാണ്? 25% കൂടുതലാണല്ലോ സജയൻ്റെ സാലറിയെക്കാട്ടിലും. അപ്പം 100 + 25 എത്ര കിട്ടും? 125 കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് സജയൻ്റെ സാലറി 100 ആണെങ്കിൽ അജയൻ്റെ സാലറി 125 ആയിരിക്കും. കിട്ടിയേ? ഇനി എന്താ ചെയ്യേണ്ടത്? സജയൻ്റെ സാലറി എത്ര ഡിക്രീസാണ്, എത്ര കുറവാണ് വിത്ത് റെസ്പെക്ട് ടു അജയൻ സാലറി. അജയൻ്റെ സാലറിയെ അപേക്ഷിച്ച് സജയൻ്റെ സാലറി എത്ര കുറവാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര കുറവാ? സജയൻ്റെ സാലറി 100 അജയൻ്റെ സാലറി 125. 125 നിന്ന് 100 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 25. അപ്പം അജയൻ്റെ സാലറിയെ അപേക്ഷിച്ച് 25% കുറവാണ് ആരുടെ സാലറി? സജയൻ്റെ സാലറി ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഡിക്രീസ് എന്ന് പറയുന്നത് എത്രയും നമുക്ക് കിട്ടി? 25 കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് ഇൻ സജയൻ സാലറി. സജയൻ്റെ സാലറിയുടെ എത്ര പെർസെൻറ്റേജ് കുറവാണ് അജയൻ്റെ സാലറി അപേക്ഷിച്ച് സജയൻ്റെ സാലറി എത്ര പെർസെൻറ്റേജ് കുറവാണ്. അതാണ് ഇവിടെ പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് ഇൻ സജയൻ സാലറി എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ആദ്യം എന്താ? ഡിക്രീസ് ഇൻ സജയൻ സാലറി. സജയൻ്റെ സാലറിയുടെ ഡിക്രീസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഡിവൈഡഡ് ബൈ ആരുടെ സാലറിയാ? അജയൻ്റെ സാലറി ആണല്ലോ വിത്ത് റെസ്പെക്ട് ടു. അപ്പോൾ അജയൻ്റെ സാലറി അപ്പം ഇൻറ്റു 100. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആ പെർസെൻറ്റേജ് കിട്ടും. ഇവിടെ ആദ്യം നമ്മൾ കണ്ടുപിടിച്ച ഡിക്രീസ് ഇൻ സജയൻ സാലറി ഡിവൈഡഡ് ബൈ അജയൻ സാലറി എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ഫ്രാക്ഷനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രാക്ഷണൽ ഫോമിലുള്ള നമ്പറിനെ നമുക്ക് ഇതിലോട്ട് മാറ്റാൻ, പെർസെൻറ്റേജിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ 100 കൊണ്ട് ഇൻറ്റു ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട്, മറക്കരുത്. അപ്പോൾ എന്താ ചെയ്യുള്ളത്? ഡിക്രീസ് ഇൻ സജയൻ സാലറി ഡിവൈഡഡ് ബൈ അജയൻ സാലറി ഇൻറ്റു 100. അപ്പോൾ ഡിക്രീസ് ഇൻ സജയൻ സാലറി എത്രയാണ്? 25 ഡിവൈഡഡ് ബൈ അജയൻ്റെ സാലറി എത്രയാണ്? 125 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടും. 25 125 നമ്മൾ ക്യാൻസലായി പോയി, ബാക്കി 1/5 എന്ന് കിട്ടും. ഇൻറ്റു 100 അതേപോലെ ഉണ്ട്. 5ഉം 100ഉം കൂടെ തമ്മിൽ വെട്ടി പോകുമ്പോൾ ബാക്കി 20%. 5 ഇൻറ്റു 20 100 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടി. എത്രയാണ്? 20%. അജയൻ്റെ സാലറിയെ അപേക്ഷിച്ച് സജയൻ്റെ സാലറി എത്ര കുറവാ? 20% കുറവാണ് അല്ലേ? അജയൻ്റെ സാലറിയേക്കാൾ 20% കുറവാണ് സജയൻ്റെ സാലറി എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ ആണല്ലോ? ഈ പ്രോബ്ലം മലയാളം മീഡിയംകാർക്കുള്ളത് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സജയൻ്റെ ശമ്പളം എത്രയാണ്? 100 നമ്മൾ സപ്പോസ് ഇതാണ് കേട്ടോ, നമ്മൾ അങ്ങനെ വിചാരിക്കുകയാണ്. അജയൻ്റെ ശമ്പളം അപ്പോൾ 25% കൂടുതലെന്ന് പറയുമ്പോൾ 100 + 25 125. അപ്പോൾ അജയൻ്റെ ശമ്പളത്തെ അപേക്ഷിച്ച് സജയൻ്റെ ശമ്പളത്തിലുള്ള കുറവ് എത്രയാണ്? അജയൻ്റെ ശമ്പളം 125 മൈനസ് പിന്നെ സജയൻ്റെ ശമ്പളം 100, അപ്പോൾ 25 കുറവ് അല്ലേ? ഇനി അജയൻ്റെ ശമ്പളത്തേക്കാൾ സജയൻ്റെ ശമ്പളത്തിലെ കുറവിൻ്റെ ശതമാനം, പെർസെൻറ്റേജ്, ആ ശതമാനമാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? സജയൻ്റെ ശമ്പളത്തിൽ എത്ര കുറവാണോ ഡിവൈഡഡ് ബൈ അജയൻ്റെ ശമ്പളം എത്രയാണോ ഇൻറ്റു 100.
അപ്പോൾ ആ സജയൻ്റെ ശമ്പളത്തിലെ കുറവ് ഡിവൈഡഡ് ബൈ അജയൻ്റെ ശമ്പളം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രാക്ഷൻ കിട്ടും. ആ ഫ്രാക്ഷനെ നമ്മൾ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് നമ്മൾ പഠിച്ചതാണ് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. അപ്പോൾ സജയൻ്റെ ശമ്പളത്തിലെ കുറവ് എത്രയാണ്? 25. അജയൻ്റെ ശമ്പളം എത്രയാണ്? 125 ഇൻറ്റു 100 അല്ലേ. അപ്പോൾ 25 125 പരസ്പരം ക്യാൻസൽ ചെയ്ത് 1/5 ഇൻറ്റു 100. അപ്പോൾ 100/5 ചെയ്യുമ്പോൾ 20%. അപ്പം കുറവിൻ്റെ ശതമാനം എത്രയാണ്? സജയൻ്റെ ശമ്പളത്തിലെ കുറവിൻ്റെ ശതമാനം ആരുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, അജയനുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എത്രയാ? 20% കേട്ടോ. 20%മാണ് കുറവ്. ഞാൻ സജയൻ്റെ ശമ്പളം എസ് എന്നും നമ്മുടെ അജയൻ്റെ ശമ്പളം എ എന്നും ഇടുവാണ് കേട്ടോ. സജയൻ എത്രയാ ശമ്പളം? നമ്മൾ പറഞ്ഞു എത്രയാ? 100 അല്ലേ. ഇനി അജയൻ എത്രയാ ശമ്പളം? സജയന് 100 ആണെങ്കിൽ അജയൻ്റെ ശമ്പളം 125, കാരണം 25% കൂടുതലാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഡിക്രീസിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം അല്ലേ. സജയൻ്റെ ശമ്പളത്തിലെ കുറവ് എത്ര ശതമാനമാണ് അജയൻ്റെ ശമ്പളത്തിനെ അപേക്ഷിച്ച്? അജയൻ്റെ ശമ്പളത്തിനെ അപേക്ഷിച്ച് സജയൻ്റെ ശമ്പളത്തിലെ കുറവ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സജയൻ്റെ ശമ്പളത്തിലെ കുറവ് ഡിവൈഡഡ് ബൈ അജയൻ്റെ ശമ്പളം ഇൻറ്റു 100 അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ സജയൻ്റെ ശമ്പളത്തിലെ കുറവെന്ന് പറയുമ്പോൾ അജയൻ്റെ ശമ്പളം 125, സജയന് 100. അപ്പം ഇവിടുത്തെ കുറവ് എത്രയാണ്? 25 ഡിവൈഡഡ് ബൈ, പിന്നെ അജയൻ്റെ ശമ്പളം എത്രയാണ്? 125 ഇൻറ്റു 100. അതായത് ഇവിടെ നമുക്ക് വാല്യൂ കറക്റ്റായിട്ട് സാലറി ഇത്രയാണ് അങ്ങനെ ഒരു ആപ്റ്റ് വാല്യൂ തന്നിട്ടില്ല. നമുക്ക് ആ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചാൽ മതി. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്ത് നമുക്കിങ്ങനെ ചെയ്താൽ കിട്ടും. അത് നമ്മൾ 100 കൊടുക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അല്ല നമുക്ക് വേറെ വലിയ നമ്പർ 1000 വേണമെങ്കിലും കൊടുക്കാം, പക്ഷേ കാൽക്കുലേഷൻ കുറച്ച് ബുദ്ധിമുട്ടാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 25ഉം 125ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടെ 5 എന്നറിയും അല്ലേ. 25 5 എത്രയാണ്? 125. ഇനി ഈ 5ഉം 100ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പം എത്ര വരും? 20 എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടി? 20% എന്ന് കിട്ടി. അപ്പോൾ എന്താ മീനിങ്? അജയൻ്റെ ശമ്പളത്തെ അപേക്ഷിച്ച് സജയൻ്റെ ശമ്പളം എന്ന് പറയുന്നത് 20% കുറവാണ്.